നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിനടുവിൽ എഴുന്നള്ളി വന്നോനേ. പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കാം. ഹബക്കൂക്ക് 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. മതി. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് മരിച്ച് അടക്കപ്പെട്ട കർത്താവല്ല. ലോകത്തുള്ള എല്ലാ മത നേതാക്കന്മാരും ലോകത്തുള്ള എല്ലാ മത സ്ഥാപകരും അവർ മരിച്ചു അടക്കപ്പെട്ടു. അതോടുകൂടെ അവരുടെ കഥ അവസാനിച്ചപ്പോൾ നമ്മൾ ആരാധിക്കുന്ന കർത്താവിന്റെ പ്രത്യേകത അവൻ മരണം കൊണ്ട് അവസാനിച്ചവനല്ല. രാവിലെ സമയം ഞാൻ പറഞ്ഞതുപോലെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തിയവനാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ജീവനുള്ള കർത്താവാണ്. കർത്താവിന്റെ അടുക്കൽ വരുന്നവർ ജീവൻ പ്രാപിക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആത്മീക ജീവനുള്ളവരായിരിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം കർത്തൃദാസൻ പ്രസംഗിപ്പാനിടയായി തീർന്നു. സർദീസിലെ സഭയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്. പെന്തക്കോസ്തുകാർക്ക് ഒരു പേരുണ്ട്, അവരുടെ ആരാധനയ്ക്ക് ഒരു പേരുണ്ട്, അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് പ്രതിഫലിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ഏതാണ്? ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്നത് മരിച്ച ദൈവത്തെ അല്ല, മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണെങ്കിൽ ആ ഉയർപ്പിന്റെ ശക്തി നമ്മളുടെ മേൽ വ്യാപരിക്കുവാൻ ഇടയായി തീരണം. ആ ജീവൻ നമ്മളുടെ മേൽ പകരുവാൻ ഇടയായി തീരണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വാസ്തവമായി ദേശത്തിന്റെ ഉദ്ധാരണവും ജനങ്ങളുടെ ഉദ്ധാരണവും തിരുവെഴുത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1-2 വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒന്ന് വായിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം. യെശയ്യാവല്ല, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 36 മുതലുള്ള ഏതാനും വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. യെരമ്യാ 32:36. നിന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി വസിക്കുമാറാക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴൊക്കെ ദൈവിക കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തിന്റെ ശിക്ഷ അവർക്കുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിക്കുവാനിടയായി തീർന്നു. ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ദൈവം അവരെ 7 വർഷം മിദ്യാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ അവർ പലപ്പോഴായി ബന്ധിതരായി അടിമകളായി പോകുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഇവിടെ യെരമ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, എനിക്ക് അവരോടുള്ള കോപം ഹേതുവായി അവർ അടിമകളായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നും അവരെ അവിടെ അടിമകളാക്കി ഇടുവാനല്ല എന്റെ പദ്ധതി. അവർ ഈ ദേശത്തേക്ക് മടങ്ങി വരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഈ ദേശത്ത് അവർ മടങ്ങി വന്ന് അവർ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ട് ഈ ദേശത്ത് അവർ പാർക്കും. അവര് മാത്രമല്ല, അവരുടെ കാലശേഷം അവരുടെ സന്തതികളും ഈ ദേശത്തെ പാർക്കും എന്നാണ് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്. ഇന്ന് വാർക്കാലം എന്നെ കേൾക്കുന്ന ദൈവവചനെ ഓർക്ക്, നിന്റെ ഏറ്റവും വലിയ ഭാരം
നിന്റെ പിന്തലമുറയെ കുറിച്ചാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അവൻ നിന്നെ ഉദ്ധരിക്കും, അവൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. നിന്നെ കൊണ്ട് മാത്രം അവൻ അവസാനിപ്പിക്കുന്നവനല്ല, നിന്റെ തലമുറയ്ക്ക് അവൻ ഈ ദേശം ശാശ്വതമായി തരുമെന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ ഉദ്ധാരണവും എന്റെ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദേശത്തിന്റെ ഉദ്ധാരണം അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ തന്നെ ജനങ്ങളുടെ ഉദ്ധാരണവും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിക്കാം നമുക്ക്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ആദ്യം ഒന്ന് വായിച്ചാട്ടെ. നോക്കൂ, പരിശുദ്ധാത്മാവ് എന്താണ് വിളിച്ചു പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് ഇനിയും ധാന്യവും വീഞ്ഞും ധാരാളമായി നൽകുവാനിടയായി തീരും. നമ്മുടെ കർത്താവ്, ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ, ഒരിക്കലും വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് അത് പാലിക്കാതിരിക്കാൻ അവൻ മനുഷ്യനല്ല. നമ്മുടെ കർത്താവ് ഊവ എന്ന് പറഞ്ഞാൽ അത് ഊവ, ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്നാണെങ്കിൽ ഇതാ അവൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ദേശത്തിന് ഞാൻ ഉദ്ധാരണം വരുത്തും. അതുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നവനല്ല, നിങ്ങൾക്ക് വലിയ നന്മയുടെ ഉറവകൾ, ഹല്ലേലൂയ, വലിയ ധാന്യത്തിന്റെ ശേഖരം, അതിന്റെ നന്മകൾ നിങ്ങൾക്ക് നൽകി തരുവാൻ ഞാൻ മതിയായവനാണ് എന്നാണ് കർത്താവ് നമ്മോട് വിളിച്ചു പറയുന്നത്. എന്റെ ജനം ജീവൻ പ്രാപിക്കണം, ദേശത്തിന് സൗഖ്യം ഉണ്ടാകണം എന്ന് കർത്താവ് അരുളി ചെയ്താൽ, ആഗ്രഹിച്ചാൽ അവനത് നിവർത്തിക്കുവാൻ മതിയായവനാണ്. എന്നാൽ എവിടെയാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുവാൻ തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എത്രയധികം മനസ്സുള്ളവരായിരിക്കുന്നു, അതിനനുസരിച്ചാണ് നമുക്കത് പിടിച്ചെടുക്കുവാൻ കഴിയുന്നത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശം ജനങ്ങൾ പിടിച്ചെടുത്തത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ജോഷുവയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ചെന്നത് കൈവശമാക്കിയെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി എന്റെ ദൈവം വലിയ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശ്വാസത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ അത് പോയി പിടിച്ചെടുക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ജീവൻ പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാകും, ചൈതന്യം പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം ചെന്നു ചേരുന്നിടത്തെല്ലാം ചലിക്കുന്ന സകല പ്രാണികളും ജീവൻ പ്രാപിക്കുമെന്ന് ദൈവവചനം നമ്മോട് പറയുന്നെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, നീ ഇനി മൃതാവസ്ഥയിൽ ഈ ആരാധനാലയത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നീ ഇനി നാറ്റം വമിച്ചവനായി ഈ ആരാധനാലയത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ജീവൻ നൽകുവാൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നതെന്ന് കർത്താവ് അരുളി ചെയ്തു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. നിന്നെ ജീവിപ്പിക്കുവാൻ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ. Glory to God. Hallelujah. Glory to God. Hallelujah. അനേക നാളുകളായി നീ ആത്മീകമായി മൃതാവസ്ഥയിൽ ഇരിക്കുന്നുവെങ്കിൽ ഇങ്ങനെ പൊത്തുവരുത്തത്തിൽ എന്നും പോകാമെന്ന് വ്യാമോഹിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, ഞാൻ നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നു, പ്രവാചകന്മാർ വരുന്നു, ദൈവശബ്ദം കേൾക്കുന്നു. നടക്കേണ്ട കാര്യങ്ങളെല്ലാം മുറയ്ക്ക് നടക്കുമ്പോൾ നീ ഇന്നും മൃതാവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നറിഞ്ഞ് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ദേശത്തിന് സൗഖ്യം വരുത്തുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിന് സൗഖ്യം വരുത്തുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ വ്യക്തി ജീവിതത്തിൽ നീ ചൈതന്യം പ്രാപിക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ആർക്കെന്ന് മനസ്സുണ്ട്, ആര് ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്ന് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അടയാളം അവൻ നിനക്ക് നൽകി തന്നിട്ടുള്ളത് കൊണ്ടാണ് നീ വഴിയിൽ വെച്ച് പട്ടുപോകാത്തതെന്ന് ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, അവൻ നിനക്ക് ചെയ്തിരിക്കുന്ന നന്മകളെ ഓർത്ത്, അവൻ നിനക്ക് ചെയ്തിരിക്കുന്ന ഉപകാരത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം നീ കർത്താവിനെ മഹിമപ്പെടുത്ത്. അവന്റെ നാമത്തെ അത് വിളിച്ചപേക്ഷിക്ക്, അവന്റെ നാമത്തെ അത് ഉയർത്ത്. ഹല്ലേലൂയ. നിന്നെ അവൻ വിളിച്ചിരിക്കുന്നത് ജീവൻ പ്രാപിക്കുവാൻ, സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുവാനാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം വിജയമെടുക്കുകയാണ്. നോക്കൂ, നീ ജീവൻ പ്രാപിക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിച്ചേ. പച്ചപ്പുഴും സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും.
നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ശത്രുവിന്റെ കയ്യിൽ അവർ ദണ്ഡിപ്പിക്കത്തക്കവണ്ണം ഞാൻ നിങ്ങളെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, ഇന്ന് പോൽക്കാലം എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. വിട്ടിൽ തിന്നുകളഞ്ഞ നഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ടല്ലോ, വെട്ടുക്കിളികൾ ഭക്ഷിച്ച് നിന്റെ നന്മകൾ കളഞ്ഞ ആ ഭൂതകാലമുണ്ടല്ലോ, അത് മടക്കി തരുവാൻ എന്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നിനക്ക് അസാധ്യമായ കാര്യം എന്റെ യേശുവിന് സാധ്യമാണ് എന്ന് പോൽക്കാലം നീ ഓർക്ക്. നിന്റെ നഷ്ടപ്പെട്ട ആരോഗ്യം, നിന്റെ നഷ്ടപ്പെട്ട സൗന്ദര്യം, നിന്റെ നഷ്ടപ്പെട്ട സമ്പത്ത്, നിന്റെ നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന സന്താനത്തെ മടക്കി തരുവാൻ എന്റെ യേശു മതിയായവനാണ്, എന്റെ ദൈവം മതിയായവനാണ്. നിനക്ക് സമൃദ്ധിയായ ജീവൻ തരുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ആർക്കിന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടെ ഒരു ചൂട് മുമ്പോട്ട് വെച്ച് ജീവൻ പ്രാപിക്കുവാൻ കഴിയും, അവരെ ഉയർപ്പിക്കുവാൻ എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇയ്യോബിനോടൊന്ന് ചോദിച്ചു നോക്കൂ. നമ്മുടെ മാനുഷികമായ ചിന്തയിൽ നമ്മൾ വിചാരിച്ചാൽ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ തിരിച്ചു കിട്ടുവാൻ അസാധ്യമാണ്. എന്നാൽ ഇയ്യോബിനോട് ചോദ്യം, അവന്റെ സകല കഷ്ടതകളും കഴിഞ്ഞ് ദൈവം അവന്റെ മുഖത്തെ ആദരിച്ചു കഴിഞ്ഞ് അവൻ 1-2 വർഷങ്ങളല്ല ജീവിച്ചിരുന്നത്, അവൻ 140 വർഷം ജീവിച്ചിരുന്നു. അവൻ മക്കളെ കണ്ടു, കൊച്ചുമക്കളെ കണ്ടു. വേദപുസ്തകം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ചരിത്രത്തിൽ അവന്റെ മക്കളെ പോലെ സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. ലോകത്തിന്റെ ശാസ്ത്രമനുസരിച്ച് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ള പ്രായത്തിൽ ഉണ്ടാകണമെങ്കിൽ ലോകത്തിന്റെ തത്വശാസ്ത്രമല്ല എന്റെ ദൈവത്തിന്റെ തത്വശാസ്ത്രം, ലോകത്തിന്റെ ഔഷധമല്ല എന്റെ ദൈവത്തിന്റെ ഔഷധം. ഹല്ലേലൂയ. അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചു കൊണ്ടിരിക്കും, അവർ പച്ചവെത്തും പുഷ്ടി പ്രാപിച്ചുമിരിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. നിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങൾ എന്റെ കർത്താവ് തിരിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ നഷ്ടപ്പെട്ട നന്മകൾ എന്റെ കർത്താവ് തിരിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. ആരാണെന്ന് അത് വിശ്വാസത്തോടു കൂടെ ഏറ്റെടുക്കുന്നത് എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. എങ്ങനെയാണ് മരിച്ച് മൃതാവസ്ഥയിലുള്ള ഒരാളിന് ജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നത്? നമുക്കൊന്ന് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 രാജ 4:34. അവന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈകളിന്മേലും വെച്ച് അവന്റെ മേൽ കവിണ്ട് കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. മരിച്ചു കിടക്കുന്ന ഒരുവൻ ജീവൻ പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് സംഭവിക്കേണ്ടത് എന്താണെന്നറിയാമോ? അവന്റെ മേൽ ചൂട് വ്യാപരിക്കുവാൻ ഇടയായി തീരണം. അവന്റെ മേൽ ചൂട് വ്യാപരിക്കുമ്പോഴാണ് അവന്റെ മരിച്ച അവസ്ഥ മാറി ജീവന്റെ പുതുക്കം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകുന്നത്. നിന്റെ ആത്മീകമായ മരിച്ച അവസ്ഥ മാറ്റപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ കത്തി ചൂട് വ്യാപരിച്ചെങ്കിൽ അല്ലാതെ ഒരിക്കലും സാധ്യമല്ല. ഇന്ന് വാൽക്കാലം ഞാൻ എന്നെ കേൾക്കുന്ന എന്റെ സഭയിലെ ദൈവമക്കളോട് പറയട്ടെ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ നീ ആരാധനയ്ക്ക് വന്ന് കാഴ്ചക്കാരനായിട്ട് ഇരിക്കുവാനല്ല, നിന്റെ അടുത്തിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്ന് കണ്ട് അത് ചെയ്യുവാനല്ല. നിന്റെ അടുത്തിരിക്കുന്ന മൃതാവസ്ഥയിൽ ഇരിക്കുന്നവൻ ജീവൻ പ്രാപിക്കേണ്ടതിന് നിന്റെ മേലുള്ള ആ പരിശുദ്ധാത്മാവിനെ നീ പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ എന്റെ ദൈവം നിന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകുവാനിടയാകരുത്. നിന്റെ മേൽ അവൻ പകർന്നു തന്ന ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി 2000 വർഷങ്ങൾക്ക് മുമ്പേ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മേൽ പകർന്ന ആ അഗ്നി നാവുകൾ നിന്റെ മേൽ അവൻ പകർന്നിട്ടുണ്ട്. നീ അതിനെ കെടുത്തി കളയാതെ നിന്റെ മേലുള്ള ആത്മാവിനെ നീ ഉത്തേജിപ്പിക്കേണ്ട ദിവസത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ദൈവജനങ്ങൾ മറന്നു പോകുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ പൈതലെ, ചൂട് വ്യാപരിക്കാതെ മരിച്ച അവസ്ഥ മാറി ജീവൻ പ്രാപിക്കുവാൻ സാധ്യമല്ല. പൗലോസിനോട് ചോദിച്ചാൽ ഒരിക്കൽ പൗലോസ് അരയോപകാരത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഇതാ അവന് സുവിശേഷത്തെ കുറിച്ചുള്ള അവന്റെ ദാഹം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അരയോപക കുന്നിൽ ചെന്ന് ഗ്രീക്കുകാരുടെ വിഗ്രഹങ്ങൾ കണ്ടപ്പോൾ തിരുവെഴുത്ത് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: അവന്റെ ഹൃദയത്തിന് ചൂട് പിടിക്കുവാനിടയായി തീർന്നു. ചെറുപ്പക്കാരാ, നശിച്ചു പോകുന്ന ഈ ലോകത്തെ കണ്ട് നിനക്ക് ചൂട് പിടിക്കുന്നില്ലെങ്കിൽ നിന്റെ പരിശുദ്ധാത്മാവ് എവിടെ? എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ രക്തത്തിൽ നിന്ന് രക്തവും നിന്റെ മാംസത്തിൽ നിന്ന് മാംസമായ അനേകർ നരകത്തിലേക്ക് പോകുമ്പോൾ നിന്റെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് എവിടെ? നിന്റെ മേൽ വ്യാപരിച്ച അഗ്നി എവിടെ? ഇന്ന് പകൽക്കാലം നീ ഉടഞ്ഞെഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ
ആഗ്രഹിക്കുന്നത്? 39-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം. എന്റെ ഉള്ളത്തിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. നോക്കൂ, എന്റെ ഒന്നുകൂടെ വായിച്ച മോളെ. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്റെ ഉള്ളിൽ എന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. ചില ആളുകൾക്ക് ലോകത്ത് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്റെ ഉള്ളിൽ എന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്ത് സംഭവിച്ചു? അടുത്തത്, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തുവാനിടയായി തീർന്നു. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ജീവൻ പകരണമെങ്കിൽ, ഈ ചൂട് നിന്റെ മേൽ വ്യാപരിക്കണമെങ്കിൽ, വേദപുസ്തകം പറയുന്നത് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കടികന്മാരെ പോലെ ചിറകടിച്ച് പറക്കുവാനിടയായി തീരും. നിന്റെ ധ്യാനത്തിങ്കൽ തീ കത്തുവാനിടയാകട്ടെ. നീ വേദപുസ്തകം വായിര്, നീ പ്രാർത്ഥിര്. നിന്റെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ നീ അല്പസമയം ദൈവത്തിന് വേണ്ടി വേറിട്ട് വെക്കുമെങ്കിൽ, ദൈവത്തിന്റെ പൈതലെ, നിന്റെ മരിച്ച അവസ്ഥ മാറി നിന്നെ ഒരു പുതുജീവൻ അറിയിക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ആർക്കാണ് ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുക്കുവാൻ കഴിയുന്നത്? എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തുവാനിടയായി തീർന്നു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നാ? ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ചില ആളുകളോട് വാ വിളിക്കാൻ പറഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകണം. എന്താ കാര്യമെന്നറിയാമോ? നീ വേദപുസ്തകം വായിച്ചില്ല, നീ ധ്യാനിച്ചില്ല. നിനക്ക് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നിന്റെ ബന്ധനങ്ങൾ അഴിയുവാനിടയായി തീരും. ആരാധനക്കെതിരെയുള്ള ബന്ധനം എന്ന് പകൽക്കാലം നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ മേലും എന്ന് പകൽക്കാലം ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി ഞാൻ നാവെടുത്ത് സംസാരിക്കാനിടയായി തീർന്നു. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നിന്റെ നാവ് ഒരിക്കലും മറ്റിപ്പോകുവാനിടയാകരുത്. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നിനക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയാതെ വരരുത്. നീ സ്തുതിച്ചില്ലെങ്കിൽ നിന്റെ സന്തതി ആരെ കണ്ട് സ്തുതിക്കുമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് പോകാൻ നിന്റെ പേരിൽ ജീവൻ പകരുവാനിടയാകട്ടെ. ഇന്ന് പോകാൻ നിന്റെ പേരിൽ ജീവൻ പകരുവാനിടയാകട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. അവൻ എന്നെ ഒരു വലിയ താഴ്വാരത്തിലേക്ക് കൊണ്ടുപോയി നിർത്തി. നോക്കത്താ ദൂരത്ത് എനിക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നിനോടൊന്ന് ചേർത്ത് ബന്ധിക്കുവാൻ കഴിയാത്ത അസ്ഥി കഷണങ്ങൾ മാത്രമാണ്. പഴക്കം ചെന്ന അസ്ഥി കഷണങ്ങൾ. എന്നിട്ട് ദൈവാത്മാവ് എന്നോട് വിളിച്ചു ചോദിച്ചു, മനുഷ്യപുത്ര, നിനക്ക് എന്ത് തോന്നുന്നു? ഈ അസ്ഥികൾ ജീവൻ പ്രാപിക്കുമോ? അവൻ വിളിച്ചു പറഞ്ഞു, നീ അറിയുന്ന കർത്താവേ, എനിക്കറിയത്തില്ല. ഇന്ന് പകൽക്കാലം നിന്നെ ഉള്ളവണ്ണം അറിയുന്നവൻ വിളിച്ചു പറയുന്നു, ഈ അസ്ഥികൾ ജീവൻ പ്രാപിക്കുവാൻ പോവുകയാണ്. ഈ അസ്ഥികൾ എഴുന്നേറ്റ് നിൽക്കുവാൻ പോവുകയാണ്. ഈ അസ്ഥികൾ ചൈതന്യം പ്രാപിക്കുവാൻ പോവുകയാണ്. ഈ അസ്ഥികൾ ഒരു മഹാസൈന്യമായി തീരുവാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഈ സൈന്യത്തിന്റെ അംഗമാക്കി തീർക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശക്തി നിന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയായ
മരിച്ച മൃതാവസ്ഥയിലായിരിക്കുന്ന, മാംസം മുഴുവൻ നഷ്ടപ്പെട്ട് അസ്ഥികൂടങ്ങളായി കിടക്കുകയാണ്. അസ്ഥികൂടങ്ങളുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? പോരായ്മ എന്താണെന്നറിയാമോ? ഇതൊരിക്കലും ഒന്നിനോടൊന്ന് ചേരത്തില്ല. ഇതൊരിക്കലും ഒന്നിനോടൊന്ന് ചേരത്തില്ല. ഒന്നിനോടൊന്ന് ചേരാത്ത ഈ അസ്ഥി കഷണങ്ങളുടെ മേൽ എന്റെ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ അതിന്റെ മേൽ മാംസം വരുവാനിടയായി തീരും. ഹല്ലേലൂയ. അത് ഒരുമിച്ച് ചേരുവാനിടയായി തീരും. അതിന്റെ മേൽ ഞരമ്പ് വരുവാനിടയായി തീരും. പങ്കുവയ്ക്കുവാനിടയായി തീരും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം വിളിച്ചു പറയുകയാണ്, 4 ദിക്കിൽ നിന്നുമുള്ള കാറ്റേ അതിന്റെ മേൽ ഊതുക. ഇതൊരു വലിയ സൈന്യമായി തീരട്ടെ. അന്യമായി ചേരുവാൻ കഴിയാത്ത, പരസ്പരം ചേരുവാൻ കഴിയാത്ത ഏത് അസ്ഥികൂടങ്ങളെയും ചേർക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്ത് ഭിന്നതയുടെ ആത്മാവല്ല, പെന്തക്കോസ്ത് കിടക്കത്തിന്റെ ആത്മാവല്ല. അത് ഐക്യതയുടെ ആത്മാവാണ്, അത് സ്നേഹത്തിന്റെ ആത്മാവാണ്, അത് സഹിഷ്ണുതയുടെ ആത്മാവാണ്. യേശുവിന്റെ രക്തത്താൽ അതേ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിലേക്ക് അയക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നോട് ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രേമലേഖനങ്ങളെല്ലാം, ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള നോവലുകളെല്ലാം, ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സാഹിത്യങ്ങളെല്ലാം മനുഷ്യനെ നിരാശയിലേക്ക് നയിക്കുമ്പോൾ നിന്നെ ജീവങ്കിലേക്ക് നയിക്കുന്ന, നിത്യജീവങ്കിലേക്ക് നയിക്കുന്ന, ഹല്ലേലൂയ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് പകൽക്കാലം നിന്നെ ജീവൻ പ്രാപിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനേ, ഈ വചനം നിന്നെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഇത് കൊല്ലുന്ന അക്ഷരത്തിന്റെ വചനമല്ല. ഇത് ആത്മാവിൽ എഴുതപ്പെട്ട ഈ വചനം നിന്നെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നെ ജീവിപ്പിക്കുന്നു. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യത്തിൽ ഊതുവാൻ നമ്മുടെ കർത്താവിന് ഹിതമായിരിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ട് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധാത്മാവിന്റെ പകർച്ച അവൻ നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുവാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏകാഗ്രതയോടുകൂടെ പാടാം.